ഈ സാബു ചേട്ടൻ വന്നിട്ടൊരു വീഡിയോ ഇട്ടിരിക്കുന്നുണ്ടോ, ഞാൻ 16 ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ 50,000 രൂപയാണോ അഡ്വാൻസ് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് ഞാൻ കള്ളം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ എന്തിനാണ് കള്ളം? ഹായ് ഗൈസ്, നമസ്കാരം. PR പെരിയാർ ബിഗ് ബോസിൽ നിന്ന് PR പെരിയാർ മാറി പാവയിലും സ്ത്രീപക്ഷമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നെങ്കിലും ഇപ്പോഴും PR ബിഗ് ബോസിൽ ഒരു വിഷയമാണ്. ആദ്യം തന്നെ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ബാക്ക്ഗ്രൗണ്ടിൽ ഫാനിന്റെ ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്. കാരണം ടൗണിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് നല്ല ചൂടെടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ ടൈമിൽ എടുക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് മേ ബി ഇങ്ങനൊരു ഒച്ച. സോ ഞാൻ പറഞ്ഞതുപോലെ PR നമ്മുടെ ബിന്നി, ഈ അടുത്ത് എവിക്റ്റ് ആയ ബിന്നി, ഞാൻ പറയുന്നത് ബിന്നി ഒരു ടൈറ്റിൽ വിന്നർ ആവണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടെ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ തന്നെയാണ് ബിന്നി അങ്ങനെ കരഞ്ഞൊന്നും ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ഇമോഷണലി ഇപ്പൊ ദേഷ്യമാണെങ്കിലും അല്ലെ വാശിയാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം ഒരു ഓവറായ രീതിയിൽ കാണാണ്ട് എല്ലാം മിതമായ രീതിയിൽ പോയ ആളാണ്. പിന്നെ പറയുന്ന പോലെ കുത്തിത്തിരിപ്പും അതും ഇതൊക്കെ ഒരു സൈഡിൽ കൂടി ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും കുറച്ച് കാലം കൂടെ ബിഗ് ബോസിൽ നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. ബിന്നി പോകുന്നതിന്റെ ഒരു തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ഒരു മെയിൻ കോൺട്രവേഴ്സി ആയിരുന്നു അനുമോള് PR-ന് 16 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത്. അന്ന് ആ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, 16 ലക്ഷം കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അനുമോളിന് നല്ല PR ഉണ്ട്, PR-ന്റെ കളികൾ നല്ല അന്തസ്സായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ബിന്നി ഇപ്പൊ പുതിയതായി കുറച്ച് എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാബു വാവ PR-മായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറയാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ. എന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ ആദ്യം ബിന്നി പറഞ്ഞത് കേൾക്കാം. ഈ സാബു ചേട്ടൻ വന്നിട്ടൊരു വീഡിയോ ഇട്ടിരിക്കുന്നുണ്ടോ, ഞാൻ 16 ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ 50,000 രൂപയാണോ അഡ്വാൻസ് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് ഞാൻ കള്ളം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? 50,000 രൂപ എന്നുള്ളതും ഈ 16 ലക്ഷം എന്നുള്ളതും അവള് മൈക്ക് മാറ്റി പറഞ്ഞ കാര്യം. എനിക്കത് പ്രൂഫില്ല. ഇവൻ 50 ആയിക്കോട്ടെ, 16 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, അത് കള്ളം പറയുവാണെന്നുണ്ടെങ്കിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര പെർസെന്റേജിൽ കൊടുക്കുമല്ലോ. ഇത് അവള് പറഞ്ഞ കാര്യം. അത് സത്യാവസ്ഥ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അത്ര രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടോ, അത് ശരിയാണോ എന്നൊന്നും ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല. അത് ശരിയാണെന്ന് ഞാൻ സ്ഥാപിക്കാനും എവിടെ നിന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അനുമോൾ എന്റെ അടുത്ത് പറഞ്ഞതാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലൊരു കള്ളത്തരവുമില്ല. അതേ കാര്യം അനുമോൾ PR ഉണ്ടെന്ന് എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു, ആദിലയുടെ അടുത്ത് പറഞ്ഞു, നൂറയുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെ പലരുടെ അടുത്തും പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എങ്ങനെ കള്ളമാവും? ബിന്നി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് കള്ളത്തരാന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം അനുമോളുടെ 1-2 വീഡിയോ ആണ് ഞാൻ റിയാക്ട് ചെയ്തതെങ്കിലും ആ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അനുമോളിന് നല്ല രീതിയിലുള്ള PR വർക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് 16 ലക്ഷമാണോ 15 ലക്ഷമാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആൻഡ് അനുമോളുടെ വളരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ശൈത്യ വരെ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അനുവിന് PR ഉണ്ട് എന്നുള്ള കാര്യം അനുമോള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇനി അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ തന്നെയുള്ള വ്യക്തികൾ എത്രയോ പേര് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അനുമോളിന് PR ഉണ്ട് എന്നുള്ള കാര്യം അനുമോൾ എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്ര കൺഫ്യൂഷൻ വരേണ്ട ആവശ്യം എന്താ? ഈ സാബുമോൻ ബിഗ് ബോസിൽ പോയത് ഇനി ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇനി PR-കാരുടെ തീരുമാനത്തിന് പുറത്താണോ? സാബുമോന്റെ ഒരു മെയിൻ സാധനം എന്താന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ കയറി അനീഷിനെ അടിച്ചമർത്തി അനുമോളെ കയറ്റി കൊടുക്കാൻ വേണ്ടി പോയ ആളാണ് സാബുമോൻ. ഈവൻ ഈ ബിന്നി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ക്രോസ് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? സാബുമോൻ മാത്രം. അനുമോള് വരെ അത്ര വലിയ പ്രശ്നങ്ങൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയില്ല, അല്ലെ ബാക്കി കണ്ടസ്റ്റന്റ്സോ അനുമോളുടെ വീട്ടുകാരോ ഉണ്ടാക്കാത്ത പ്രശ്നമാണ് ഈ സാബുമോൻ ഉണ്ടാക്കിയത്. ഇനി PR-ക്ക് കൊടുത്ത പൈസ എന്തെങ്കിലും കുറച്ച് സാബുമോന് കിട്ടിയിട്ടുണ്ടോ? അല്ല, എന്റെ ഒരു ഡൗട്ടാണ്, ഞാൻ ചോദിക്കുകയാണ്. പിന്നെ ഈ ബിന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ കുത്തിത്തിരിപ്പാണെങ്കിലും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു 16 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടാക്കി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. PR ഉള്ള ഒരാള് അനുവാണ് എന്ന് മാത്രം പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. അവിടെ ആ ഒരു എമൗണ്ട് ഉണ്ടാക്കി പറയുമെന്ന് നമുക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പൊ അറിയാത്ത കാര്യത്തെ കുറിച്ചിട്ട് എന്തിനാ പറയുന്നത്? ഈവൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം അനുമോൾക്ക് PR ഉണ്ട് എന്ന്. പിന്നെ എന്തുവാ
ടോക്ക് അബൌട്ട് 65 PR കോൺട്രവേഴ്സി. അതാ പറഞ്ഞത്. പറയാം നമ്മള് എനിക്ക് വിഷമം എന്താ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞതല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ അത് കുറച്ചൊരു ക്ലാരിറ്റിയിൽ പറഞ്ഞേ ഉള്ളൂ. ഈവൻ ആ ഒരു ടാസ്ക് ബിഗ് ബോസ് തരുമ്പം എല്ലാവരും പറഞ്ഞത് അനുമോളെ തന്നെയാണ്, അനുമോളുടെ കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലതവണയായിട്ട് പറയുന്നത് ഇവളുടെ PR-നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവളുടെ PR-നെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈവൻ ആ ടാസ്ക് അവസാനിക്കുമ്പോൾ പോലും എല്ലാവരും പറഞ്ഞു തീർന്നു PR-നെ പറ്റി. അനുമോളുടെ PR പറഞ്ഞ് അനുമോൾ വന്ന് ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നെക്സ്റ്റ് ഞാനായിരുന്നു പോകേണ്ടത്. ഞാനാണ് ലാസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ലാസ്റ്റ് ഞാനായിരുന്നു പെർഫോം ചെയ്യാൻ മീൻസ് ആ ടാസ്ക് ചെയ്യേണ്ടത്. അപ്പൊ അനുമോൾ വന്ന് അത് നിഷേധിച്ചത് കൊണ്ടും അത്രമാത്രം അത് മാറ്റി പറഞ്ഞത് കൊണ്ടുമാണ് ഞാൻ അത്രയും സംസാരിച്ചത്. ഇല്ലെങ്കിൽ ഞാനും അനുമോളുടെ PR-നെ പറ്റി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വിടത്തുള്ളൂ. കാരണം ഇത് എനിക്ക് നേരത്തെ അറിയാവുന്ന വിഷയമാണ്. അവിടെയുള്ള പലരും അത് അപ്പം ടാസ്ക് തന്നപ്പോ പറഞ്ഞില്ല. ആദിലായിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ. ഷാനവാസ് പറഞ്ഞു തോന്നുന്നു. അതിൽ നൂറയ്ക്ക് അവർക്കറിയാം എന്നുള്ള കാര്യം എനിക്കും അറിയാം. അവര് പോലും അപ്പൊ ടാസ്കിൽ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാനത് അനുമോൾ നിഷേധിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ ചെയ്യാൻ അതെങ്ങനെയാ ആദിലും നൂറയും പറയാ? ആദിലേക്കും നൂറയ്ക്കും പറയാൻ പറ്റുമോ? കാരണം അനുമോളുടെ പാവാട വള്ളി തൂങ്ങി നിൽക്കുന്ന ആൾക്കാരല്ലേ. ബിഗ് ബോസ് കപ്പ് തരുന്ന സമയത്ത് ആ കപ്പ് 3 പീസാക്കി മുറിച്ച്, ഒരു പീസ് അനുമോൾ, ഒരു പീസ് ആദില്, ഒരു പീസ് നൂറയായി കൊണ്ടുപോകണ്ടേ. അപ്പൊ അവര് സപ്പോർട്ട് ചെയ്യല്ലേ ഉള്ളൂ. എടോ, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. നല്ലത് പറഞ്ഞാൽ നല്ലതെന്നും തെറ്റ് പറഞ്ഞാൽ തെറ്റെന്നും പറയാൻ പറ്റണം. അവിടെയാണ് ഒരു സുഹൃത്ത് ഉള്ളത്. അല്ലാണ്ട് ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സുഹൃത്ത് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ലത് ചെയ്താൽ നല്ലതെന്നും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാൻ പറ്റുന്നിടത്താണ് നല്ലൊരു സുഹൃത്ത് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ ഈ ആദിലേക്കും നൂറയ്ക്കും ഈ അനുമോളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്താന്നുള്ളത് എനിക്കറിയില്ല. ആൻഡ് മോർ ഓവർ നിങ്ങൾ ഗെയിം കളിക്കാൻ പോയതല്ലേ. ആദ്യം ബിഗ് ബോസ് ഹൗസിൽ വേണ്ട ഒരു സാധനം എന്താ അറിയോ? ഈ ഫ്രണ്ട്ഷിപ്പ് ലവ് ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരെ അപ്പം അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. 3 മാസം ഗെയിം കളിക്കാനാ വന്നത്. അപ്പൊ അവിടെ വരിക ഗെയിം കളിക്കാൻ പോവുക. അല്ലാണ്ട് സൗഹൃദ കമ്പനി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രണയ കമ്പനി ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ വിചാരം ഇത് കാണാൻ രസമാണെന്നാ? ഒരു റിയൽ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ രസം. ഇപ്പൊ ഇവിടെ അതിൽ ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന അനുമോള്, നൂറ, ആദില. ഞാൻ ഇവരെ കോംബോ പിടിച്ചുകൊണ്ടിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടില്ല. ബട്ട് ഷാനവാസിന്റെയും അനീഷിന്റെയും ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്ത് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര സൗഹൃദങ്ങൾ ഉണ്ടെങ്കിലും ആ സൗഹൃദത്തിൽ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കാണാൻ ശ്രമിക്കുക. ഇപ്പൊ ഇവിടെ ഈ ആദില തന്നെ എത്രയോ തവണ നൂറേനെ വിളിച്ചിരുത്തിയിട്ട് അനുവിന്റെ കുറ്റം പറയുന്നത് ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. അനു തന്നെ എത്രയോ അപ്പുറത്തെ സൈഡിൽ വന്ന് നിന്നിട്ട് ഇവരെ കുറ്റം ബാക്കിയുള്ളവരോട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് ആ സൗഹൃദത്തിനുള്ളത്? പരസ്പരം എന്തേ തെറ്റ് ചെയ്താൽ മുഖത്ത് നോക്കി പറയൂല. അതാണ് ഈ ഗെയിമിന്റെ ഒരു എന്താ, എനിക്കറിയില്ല ഇവരുടെ സൗഹൃദമൊക്കെ ജെനുവിൻ ആണോ എന്നുള്ളത്. PR എന്ന് പറയുന്ന ഒരു സാധനം അനുമോളിനുണ്ട് എന്നുള്ളത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അതിന് 16 ലക്ഷം കൊടുത്തു, ഇത്ര കൊടുത്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ അനുമോളിന് മാത്രം PR ഉള്ളതെന്നും ഞാൻ പറയുന്നില്ല. അതിൽ ഒരുവിധ കണ്ടസ്റ്റൻസിനൊക്കെ PR ഉണ്ട്. എനിക്ക് ഒന്നുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, PR കൊണ്ട് ഒരു കണ്ടസ്റ്റന്റ് ജയിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യവുമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഷോയിൽ വന്ന് ഗെയിം കളിച്ച് ജയിക്കണം. ആ 90 ഡേയ്സ് അവിടെയുള്ള സ്ട്രഗിൾസ് കണ്ട് പ്രേക്ഷകരെ വിധി പ്രകാരം ജയിക്കണം. അല്ലാണ്ട് കുറച്ച് PR സെറ്റാക്കി ഇരുന്ന് എല്ലാരും കൂടെ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസേർവിംഗ് ജയമല്ല. ഇപ്പൊ ഞാൻ ഒരു 2-3 ഇപ്പൊ ജിൻഡോന്റെ ജയം അല്ലെങ്കിൽ ദിൽഷയുടെ വിജയം, ഈ 2 വിജയവും ഒരാളും വിജയമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം എന്താണ്? ദിൽഷയ്ക്ക് റോബിന്റെ വോട്ടാണ് കിട്ടിയത്. ജിൻഡോന് എന്ത് വോട്ടാ കിട്ടിയത്, എവിടുന്നാ വോട്ട് കിട്ടിയെന്ന് പോലും അറിയാത്ത കുറെ ആൾക്കാർ. അപ്പൊ നമുക്കൊരു ഫസ്റ്റ് പ്രൈസ് അല്ലെ സെക്കൻഡ് പ്രൈസ് അല്ലെ തേർഡ് പ്രൈസ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയിട്ട് ഒരാൾക്കും വിലയില്ലാത്തതും, അല്ലെ നീ ഫസ്റ്റ് പ്രൈസിന് ഡിസേർവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നതും രണ്ടാടോ. ഫസ്റ്റ് ഏതോ വഴി കിട്ടുന്നതും കിട്ടാണ്ട് ആൾക്കാരുടെ ഒരു കൺഗ്രാറ്റുലേഷൻ കിട്ടുന്നതും വലുതാ. അപ്പൊ അതുകൊണ്ട് ഈ PR വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരെ, നിങ്ങൾ PR വർക്ക് ചെയ്തോളൂ, പൈസ കിട്ടുന്നോണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുവഴി നിങ്ങൾ ജയിപ്പിക്കുന്ന ആൾക്ക് കപ്പ് നേടാൻ ഒരു അർഹതയും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങളും അതിൽ ഏൽപ്പിച്ച വീട്ടുകാരും ആലോചിക്കുക. ഇത്രയേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.